ഇന്നലെ കുന്നത്തുനാട്ടിലെ വിജയം 554 വോട്ടുകൾക്ക് മുകളിലായിരിക്കും എന്ന് പ്രവചിച്ച പി.വി. ശ്രീനിജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ 5000 വോട്ടുകൾക്ക് മുകളിൽ ഭൂരിപക്ഷത്തോടുകൂടെ കഴക്കൂട്ടത്ത് നിന്നും ജയിക്കുമെന്നാണ് കഴക്കൂട്ടത്തെ UDF സ്ഥാനാർത്ഥി ടി ശരത്ചന്ദ്ര പ്രസാദ് പറയുന്നത്. അവിടെ LDF-ഉം UDF-ഉം ഒക്കെ വലിയ തോതിൽ പണം ഒഴുക്കിയെങ്കിലും ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കും. അവിടെ വിജയം UDF-ന് തന്നെ ആയിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. വാക്കുകളിലേക്ക്. കഴക്കൂട്ടത്ത് 100% വിജയസാധ്യതയാണ്. കാരണം അതിനൊരു പ്രാഥമിക കണക്കെടുത്താൽ നമ്മളിപ്പോൾ കഴിഞ്ഞ 2 ഇലക്ഷനുകളിൽ UDF 3-ാം സ്ഥാനത്തായിരുന്നു. വാഹിദ് 10 കൊല്ലത്തിന് മുമ്പ് തെരഞ്ഞെടുപ്പിൽ ചെറിയ മാർജിനിൽ 3-ാം സ്ഥാനത്ത് പോയതാണ്. ന്യൂനപക്ഷ വോട്ടുകൾ ഈ BJP പേടി പറഞ്ഞ് LDF ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തവണ ആ ഒരു ന്യൂനപക്ഷ പേടിയൊന്നും അവിടെ പറഞ്ഞ് കേട്ടിട്ടില്ല. ന്യൂനപക്ഷ വോട്ടുകൾ UDF-ന് ലഭിച്ചു. 100% UDF-ന് കിട്ടിയിട്ടുണ്ട്. കാര്യം അതെനിക്ക് ബോധ്യമുള്ളതാണ്. ഓരോ സർവേയിലും കണ്ടുപിടിക്കാനാവാത്ത ഒരു പറ്റം വോട്ടുകളെ കുറിച്ച് പറയുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ പോലും അവർക്ക് വോട്ട് ചെയ്യില്ല, അത് UDF-ന് മാത്രമായിരിക്കും ആ വോട്ട്. അപ്പോൾ ആ വോട്ട് എവിടെ പോയെന്ന് ഒരു സർവേയിലും കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു മത്സരമൊന്നും ഉണ്ടാവില്ല എന്നും അദ്ദേഹം പറയുന്നു. പക്ഷെ ഒരു സർവേകൾക്കും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. ഒരു ഭരണമാറ്റം വേണമെന്ന് UDF-ഉം UDF-നെ സ്നേഹിക്കുന്നവരും ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഇത്തവണ UDF-ന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു സർവേക്കും കണ്ടുപിടിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. കോൺഗ്രസിനകത്ത് എന്തെങ്കിലും പൊട്ടലോ ചീറ്റലോ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉണ്ടാകുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ പ്രതീക്ഷയ്ക്ക് വലിയ ആയുസില്ല. ആ പ്രതീക്ഷയൊക്കെ നാളെ റിസൾട്ട് വന്നു കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാന്ന് തീരുമാനിക്കും. പക്ഷേ ഇതിനൊരു സിസ്റ്റം ഉണ്ടല്ലോ. UDF-നുള്ളിൽ ഒരു സംവിധാനമുണ്ട്. കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കും, സ്ഥാനാർത്ഥി നമുക്ക് പറയാൻ പറ്റില്ല, മുഖ്യമന്ത്രി ആരായിരിക്കും എന്നതിനെ കുറിച്ച് പൊട്ടലും ചീറ്റലും ഒന്നും ഉണ്ടാവില്ല. നാളത്തെ റിസൾട്ട് എല്ലാം കാണിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.